നമസ്കാരം. നിങ്ങളൊരു ഡയബറ്റിക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നു, ചുമ, ജലദോഷം, അലർജി എന്നുള്ളത് വന്നിട്ട് രോഗപ്രതിരോധ ശേഷി കുറവുണ്ട്, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ട്, ഇടയ്ക്ക് നീർക്കെട്ട് അണുബാധയുണ്ട്, ഇത്തരം പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഈ ഒരു കാര്യത്തെ ഭക്ഷ്യവസ്തുവിനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ളതും എന്നാൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ഗോവയ്ക്ക, അല്ലെങ്കിൽ ബിംബി എന്ന് പറയാറുണ്ട്, സ്കാർലറ്റ് ഗോഡ്, ഐവി ഗോഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ കോവയ്ക്ക മാത്രമായിട്ടല്ല, അതിൻ്റെ ഇലയും വേരും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പലവിധ അസുഖങ്ങൾക്ക് പല രീതിയിൽ പ്രത്യേക മാത്രയിൽ അല്ലെങ്കിൽ പ്രത്യേക അളവിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയാണ്, എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഇത് അധികം തന്നെ കെയർ വേണ്ടാത്ത ഒരു ചെടിയാണ്. ഒരുപാട് ജലാംശം, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും നടേണ്ടതില്ല. അതുപോലെ അധികമായിട്ടുള്ള വളപ്രയോഗങ്ങളും ഇതിന് വേണ്ട. ചെറിയ രീതിയിലുള്ള കെയറൊക്കെ തന്നെ കൊടുത്താലും നല്ല സൂര്യപ്രകാശമുള്ള ഏരിയയിൽ ഒരു പന്തൽ പോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വള്ളിച്ചെടി പോലെയാണ്. അപ്പോൾ ഇതിന് ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഇല ഉപയോഗിക്കുകയാണെങ്കിലും തന്നെ നമ്മൾ ഒരുപാട് മൂത്ത ഇല അല്ലാതെ തളിരില നിങ്ങൾക്ക് തോരൻ വെച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് പച്ചയ്ക്ക് കഴിക്കാനും സാലഡ്സിലൊക്കെ ഉൾപ്പെടുത്താനും ഒക്കെ നല്ലതാണ്. മധുമേഹിനാശന എന്നുള്ള പേരിൽ തന്നെയാണ് ആയുർവേദത്തിൽ ഇതിനെ പറയുന്നത്. നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ടെങ്കിൽ അത്യുത്തമമാണ് എന്ന് വേണം പറയാൻ. രക്തപിത്ത ക്ഷയ ശ്വാസ പാണ്ഡുക്ഷേതു കാമല എന്നാണ് ഈ ഒരു റെഫറൻസിൽ ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് പറയുന്നുണ്ട്. രക്തപിത്ത രോഗങ്ങളിൽ, ബ്ലീഡിങ് ഡിസോർഡേഴ്സിൽ, അതുപോലെ തന്നെ കാമല, മഞ്ഞപ്പിത്തം പോലുള്ള പ്രശ്നങ്ങൾ, ക്ഷവതു, ദേഹത്ത് നീരൊക്കെ വന്നിട്ടുള്ള കേസിൽ, പിന്നെ ശ്വാസകാസങ്ങളിൽ അലർജി പോലുള്ള തുമ്മൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ നമുക്ക് ഇതിനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇനി കാലിൽ നീര് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ ഇല ഉപയോഗിക്കാം. ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഇല പുറത്തേക്ക് ഉപയോഗിക്കുന്ന നീർക്കെട്ടുള്ള ഭാഗങ്ങളിലും വേദനയുള്ള ഭാഗങ്ങളിലും ഇല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു ബാൻഡേജ് പോലെ നമുക്ക് ഒന്ന് കെട്ടിവെക്കാവുന്ന, അരച്ചിട്ട് കെട്ടിവെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ആ നീരും വേദനയും കുറയ്ക്കാൻ നമ്മുടെ ആവണക്കിൻ്റെ ഇല പോലെ തന്നെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി ഇത് തോരനായിട്ട് കഴിക്കുന്ന സമയത്തായാലും ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ദഹനത്തെ ഈസി ആക്കാൻ സഹായിക്കുന്നുണ്ട്. ബീറ്റാ കരോട്ടീനും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ എയും ഉള്ളതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഇതിൻ്റെ ഇലയും കായും എല്ലാം തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഔഷധമാണ്. ഒരു ഔഷധമായിട്ട് തന്നെയാണ് ഇത് ആയുർവേദത്തിൽ പറയുന്നത്. പലവിധ ട്രീറ്റ്മെൻറ്റുകളിലും ഒക്കെ തന്നെ ഗോവയ്ക്ക് ഉൾപ്പെടുത്താറുണ്ട്, അതിൻ്റെ ഡയറ്റിലും ഒക്കെ തന്നെ. ഇനി ഇത് ഇപ്പം നമ്മൾ ഊണ് കഴിക്കുന്ന ഒരു സമയത്താണെങ്കിൽ കോവയ്ക്കയുടെ ഏതെങ്കിലും ഒരു ഡിഷ് സൈഡിലുണ്ടെങ്കിൽ ആദ്യം ഈ ഡിഷ് കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് അത്ര തന്നെ ആവശ്യമായിട്ട് വരില്ല. വയറ് നിറഞ്ഞതുപോലെയുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അമിതമായിട്ടുള്ള ഭക്ഷണ രീതി കുറയ്ക്കാനും നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓവറോൾ നമ്മുടെ ബോഡിക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ചർമ്മ പ്രശ്നങ്ങളിലും ഉപയോഗിച്ച് വരുന്നുണ്ട്. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ തന്നെ വരാതിരിക്കാനും ഇനി വന്നവർക്ക് വേണ്ടിയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. ഇനി ഇത് തന്നെ നമുക്ക് ഈ ഇലയുടെ നീര് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇല തന്നെ ഇളം ഇല, ഒരുപാട് മൂത്ത ഇല വേണ്ട, ഇളം ഇല ഉപയോഗിക്കുന്നതും, ഇതിൻ്റെ കായ എടുക്കുകയാണെങ്കിലും നന്നായി പഴുക്കുന്ന രൂപത്തിലേക്കല്ല, ഇളയ പരുവത്തിൽ തന്നെ എടുത്ത് ഉപ്പേരി പോലെയോ മെഴുക്ക് വരട്ടിയോ തോരനോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർ അച്ചാറിടുന്ന രീതിയൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ഗുണം പോവാത്ത രീതിയിൽ ഉപയോഗിക്കുന്നു. ഒരുപാട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം അതൊരു പകുതി വേവാവുന്ന സമയത്ത് എടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവിയൊക്കെ എടുക്കാവുന്നതാണ്. കാരണം അമിതമായിട്ട് എണ്ണ ഉപയോഗിക്കാതെയൊക്കെ ഇരുന്നാൽ ഇത് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും കൂടെ നമുക്ക് സഹായകരമായിട്ടുള്ളതാണ്.
ഇതിലെ ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെ സാന്നിധ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, ത്വക്ക് രോഗങ്ങൾ എന്നീ രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ടും ഹൃദയം, തലച്ചോറ് എന്നിവയുടെ ശരിയായിട്ട് പ്രവർത്തനത്തിനൊക്കെ കോവയ്ക്ക കഴിക്കുന്നത് ഉത്തമമാണെന്ന് പറയാറുണ്ട്. ഉദരരോഗത്തിന് പിന്നെ പറയുകയും വേണ്ട, നല്ലൊരു പ്രതിവിധിയാണ്. ദഹനശക്തി വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിഞ്ഞു പോകുന്നതിനും അതുപോലെ തന്നെ അലർജി, അണുബാധ എന്നീ രോഗങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിനും കോവയ്ക്ക നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മറക്കരുതേ. കോവയ്ക്കയിൽ കാൽസ്യം, ഫൈബർ, വിറ്റാമിനുകൾ, ധാതുക്കൾ ഇവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശരീരത്തിന് ഏറെ ആവശ്യമുള്ള ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും കോവയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇടയ്ക്ക് വരുന്ന ഇൻഫ്ലമേഷൻസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു ഔഷധം എന്നുള്ള രീതിയിലും ഈ ഒരു ആഹാര രീതി പ്രവർത്തിക്കുന്നുണ്ട്. 10 മുതൽ 15 ml വരെ ഫ്രഷ് ഇല നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത് അതിൻ്റെ നീരെടുത്ത് മുറിവിലുമൊക്കെ തന്നെ ഒഴിക്കുന്നത് മുറിവ് ഉണക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10 മുതൽ 20 ml വരെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഈ ജ്യൂസ് തന്നെ ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ വേരിൻ്റെയും അതുപോലെ ഇലയുടെയും രണ്ടിൻ്റെ നീരും നമ്മൾ ഡയബറ്റീസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് റോ ആയിട്ട് ഇതുപോലെ കഴിക്കുക, ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ നേരിട്ടുള്ള കൺസൾട്ടേഷനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി വ്യത്യസ്തമായതുകൊണ്ട്. ഇനി അതല്ലാത്ത രീതിയിൽ നമുക്ക് വേവിച്ച് കഴിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇളം ഇലയും ഇതിൻ്റെ കായയും തന്നെ നമുക്ക് പല രീതിയിൽ ഭക്ഷ്യയോഗ്യമാക്കാവുന്നതാണ്. ഇനി മഞ്ഞപ്പിത്തത്തിൻ്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ കോവയ്ക്ക ഉൾപ്പെടുത്തണേ. ഈ പറഞ്ഞതുപോലെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ടും ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ടും മെറ്റബോളിസത്തിനെയൊക്കെ നോർമലാക്കി കൊണ്ട് നടത്തുന്നത് കൊണ്ടും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു അമിതമായിട്ടുണ്ടാവുന്ന വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡയറ്റിൽ എന്ത് ഉൾപ്പെടുത്തണം എന്നുള്ള സംശയത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് കോവയ്ക്ക എന്നുള്ളത്. ഇത് സ്കിന്നിലായാലും നമുക്ക് സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ, ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും മറ്റുള്ള മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉള്ളത് കൊണ്ട് സ്കിന്നിനായാലും നല്ല ഒരു പ്രസരിപ്പും ഉന്മേഷവും ഒക്കെ തരാൻ വേണ്ടിയിട്ടും ഇതുപോലെ അലർജിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്നൊക്കെ തന്നെ നമ്മൾ സേഫ് ആക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ കാണാൻ ഭംഗിക്കുള്ള ഒരു ഒന്ന് മാത്രമല്ല, ഇത് നമ്മൾ മറ്റുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് പച്ചയ്ക്ക് കഴിക്കുന്നത്. അതാണ് ഒന്നുകൂടെ നല്ലതും തന്നെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്താവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ കുറഞ്ഞ കെയറേ ആവശ്യമുള്ളൂ. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ എത്ര തന്നെ വാഷ് ചെയ്താലും അത് എങ്ങനെയുള്ളതാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു ചെടിച്ചട്ടിയിലെങ്കിലും ചെറിയൊരു കമ്പ് നടാൻ പറ്റും. അതിനെ ഒരു പന്തലായിട്ട് വളർത്തി കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിതിൻ്റെ കായ്ഫലം എടുക്കാനും പറ്റും. ഈ രീതിയിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഇത്തരം ആരോഗ്യപരമായിട്ടുള്ള വിവരങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.